എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. നാളെ ഒരു കല്യാണം ഉണ്ട്, അതുകൊണ്ട് തന്നെ മത്സരമല്ല. അപ്പൊ 2025 വിജയ് ഞാൻ തന്നെയാണ് ഫസ്റ്റത്തെ വിജയ്. അതെങ്ങനെ? അല്ല, സമനില പിടിച്ചില്ലേ, ഇനി വിജയിക്കും. സമനിലക്ക് ഒരാളുടെ ഒരു ഭാഗം ആൾക്കാർ വിജയിച്ചു. ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇന്നലെ നിന്നെ പരാജയപ്പെടുത്തിയ രീതി ഉണ്ടല്ലോ, അതിൽ തന്നെ ഞാൻ വിജയിച്ചിരിക്കുകയാണ്. എന്ത് കടന്ന് സംസാരിച്ചിട്ടും കാര്യമില്ല. സമനില എന്നുള്ളതിന് അർത്ഥം രണ്ടുപേർക്കും തുല്യം എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് വൺ. ശരി സാർ. സമനില പോലും വിജയാക്കി മാറ്റുന്നു. എങ്ങനെയുണ്ട് ഓരോരുത്തരുടെ ആഗ്രഹങ്ങളെ? നമ്മുടെ ചിന്ത എനിക്കറിയാം ഒരു വഴിക്ക് കൊണ്ടുപോകണം. ജയിച്ച് ഭ്രാന്തായി. അപ്പോൾ ജയം വിട്ടുള്ള പരിപാടിയില്ല. ഓക്കെ, ഫസ്റ്റ് വൺ ദാവീദ് സിനിമയുടെ ഒരു ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ ഷൈജു കുറുപ്പിൻ്റെ ക്യാരക്ടർ പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. ഇതേ കൊച്ചാപ്പ, നമ്മുടെ ആഷിഖ് അബുവിൻ്റെ കൊച്ചാപ്പയായിരിക്കും. ഓക്കെ, അപ്പോൾ ക്യാരക്ടർ നെയിമൊന്നുമില്ലേ കൊച്ചാപ്പക്ക്? എന്താണോ സംക്രാന്തിക്ക് വെങ്കടേഷ് നായകനാവുന്ന സിനിമ. മീനാക്ഷി ചൗധരിയും ഐശ്വര്യ രാജേഷും. സിനിമയുടെ ട്രെയിലർ ജനുവരി 6 പുറത്തു വരും. അന്ന് തന്നെയാണ് അതിൻ്റെ ട്രെയിലർ ലോഞ്ച് ഇവന്റും. ഓക്കെ, അടുത്ത കിഴി മദ്രാസ്കാരൻ. നമ്മുടെ ഷൈനികം നായകനാവുന്ന സിനിമയാണ്. ആളുടെ ആദ്യത്തെ തമിഴ് സിനിമയാണ്. സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ജനുവരി 10 ഇതിൻ്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്, US സർട്ടിഫിക്കറ്റ്. അടുത്തത് മദഗജരാജ. അയ്യോ, ഇതിന് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 12 വർഷമായി. 2 കൊല്ലം കൂടി കഴിഞ്ഞിട്ട് റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചാൽ മതിയായിരുന്നു. എന്താ ഒരു സുഖം കിട്ടുമായിരുന്നു. ഇത്ര എന്തായാലും 12 സുഖമല്ല, 14 സുഖം. എന്താണെങ്കിലും വിശാൽ നായകനാവുന്ന സിനിമയാണ്. വിശാല്, സന്താനം, അഞ്ജലി, വരലക്ഷ്മി. പിന്നെ സദയുടെ ഒരു ഐറ്റം സോങ് ഒക്കെ ഉണ്ടായിരുന്നു. അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സൂപ്പറായിരുന്നത്. ഞാൻ സദന്റെ കട്ട ഫാനായിരുന്നു. ഇപ്പോഴാണ് കേട്ടോ. പക്ഷെ എന്തായാലും ആളിപ്പോ ഫീൽഡിലില്ല. എന്തായാലും 12 വർഷത്തിന് ശേഷം സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ജനുവരി 12. എന്തായാലും പറയുമ്പോ എല്ലാം പറയണല്ലോ. 12 തന്നെയാണോ വെച്ചേക്കുന്നത്? 12 ജനുവരി 12. ഓക്കെ, എന്തായാലും റീമാസ്റ്റർ ഒക്കെ ചെയ്ത് വരണല്ലോ ഇതിന്. അത് ഉറപ്പല്ലേ, അന്ന് ചെയ്തിരിക്കുന്നത് അതെ. എന്തായാലും ഇവർക്ക് ഇവരുടെ യങ്ങർ വേഷം കാണാലോ, കുറച്ച് പ്രായം കുറഞ്ഞ രീതിയിലുള്ള ചെറുതായിട്ട് മാറ്റങ്ങളൊക്കെ ഉണ്ട്. പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നത്. പിക്കും, അതായത് ഡാൻസിന്റെ ഒക്കെ അല്ല, പിക്കിൽ ഫീൽ ചെയ്യുന്നുണ്ട് രൂപത്തിലൊക്കെ. എന്തായാലും സദയുടെ കാര്യം പറഞ്ഞതുകൊണ്ടേ, സദ ഇപ്പോൾ ഫീൽഡിലില്ലാന്ന് പറഞ്ഞില്ലേ. അത് ഇൻഡസ്ട്രി സിനിമ ഫീൽഡിലില്ലാന്നുള്ളൂ. ആളിപ്പോൾ ഫുള്ള് കാട്ടില്ല, ഫുള്ള് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയാണ്. ഓക്കെ, അടുത്ത കിഴി രേഖാചിത്രം സിനിമയുടെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഗംഭീര പോസ്റ്ററാണ്. സംഭവബഹുലമായ കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. രേഖാചിത്രം വരുന്നത് 9-ാം തീയതി. ഇനി അടുത്ത നമ്മുടെ ലിസ്റ്റിലുള്ളത് രേഖാചിത്രം. അടുത്തത് ഐഡന്റിറ്റി. സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ കേരള 1.80 CR. ഇവർ ഒഫീഷ്യലി വേൾഡ് വൈഡ് കളക്ഷൻ കൊടുത്തിരിക്കുന്നത് 6.18 CR. അതിൽ കേരള 2 കോടിയുടെ മുകളിലുണ്ട്, 2.40 അങ്ങനെ. ഓക്കെ, അടുത്ത കിഴി വാർ 2. 14 സുഖം കിട്ടുന്നവനെ കേൾക്ക്. വാർ 2 വാർ 2 സിനിമ റിലീസിനെത്തുന്നത് ഓഗസ്റ്റ് 14 റൂമേഴ്സ്. ഓക്കെ, ഓക്കെയാണോ? ഞാൻ ഓക്കെ അല്ല. അടുത്തത് പന്നച്ചന്തി രവികുമാർ. അതെ, ഒരു കാര്യം കൂടി പറയണേ. അതായത് നമ്മുടെ കീഴ് എപ്പിസോഡില്ലേ, ബിഗിനേഴ്സിനുള്ളതല്ല കേട്ടോ. ബിഗിനേഴ്സിന് ഇതിപ്പോ തുടക്കക്കാർക്ക് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊക്കെ തോന്നും, എന്തൊരു വളിപ്പത്തരൊക്കെ പറയുന്നതൊക്കെ തോന്നി. പക്ഷെ നമ്മുടെ സ്ഥിരം നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, അവർക്ക് അപ്പ പിടികിട്ടും ഇതെന്താണ് സംഭവം എന്നുള്ളത്. ഇവന്മാര് ഭ്രാന്തന്മാരല്ലേ.
എന്താണെങ്കിലും ഹിമേഷ് രശ്മിയാണ് നായകനായിട്ട് വരുന്നത്. ഞാൻ ഈ വേറെന്തോ പറയാൻ പോയത് ഈ പന്നച്ചന്തിയായിട്ട് വരുന്നത് ഹിമേഷ് രശ്മിയാണ്. ഓക്കെ പറ. ട്രെയിലർ ജനുവരി 5-ന്, ഫെബ്രുവരി 7-നാണ് സിനിമ റിലീസിനെത്തുന്നത്. ഇതൊക്കെ അവർക്ക് അയച്ചു കൊടുക്കണല്ലേ കട്ടിങ് ഒരു പോക്കുണ്ടാവും. ഓക്കെ, വിടാമുയർച്ചി സിനിമയുടെ ഒഫീഷ്യൽ ട്രailer ഉടനടി വരും എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നല്ലോ. സിനിമയുടെ റിലീസ് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ട്രailerഉം വരാതിരുന്നത്. അതിൻ്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. 2:40 എത്രടാ? 2 മിനിറ്റ് 24 സെക്കൻഡ്. 24 2 മിനിറ്റും 24 സെക്കൻഡും സെൻസറിങ് കഴിഞ്ഞു. ഇനി എന്നാണോ പുറത്ത് വരുന്നത്? സിനിമ എന്നാണോ പുറത്ത് വരുന്നത്? വിടാമുയർച്ചയ്ക്ക് കാത്തിരുന്ന ഒരുത്തരുണ്ടായിരുന്നു ഇവിടെ. 14 വെക്കുമോ? 10 മാറ്റിയിട്ട് വേണ്ട 24 വെച്ചോ, നോ പ്രോബ്ലം. അതിൽ 14 24 മാറ്റുണ്ട്. 4 വന്നോ? 4ആണോ? ഓക്കെ ഓക്കെ, 4 14 ഒക്കെ ഒരു സുഖമുണ്ട്. അടുത്തത് ലിസ്റ്റിൻ സ്റ്റീഫൻ നെക്സ്റ്റ് പ്രൊഡക്ഷൻ 36ാമത്തെ സിനിമയുടെ ടൈറ്റിൽ റിവീൽ ഇന്ന് 5 മണിക്ക്. ഓക്കെ 5 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഈ കിഴി എപ്പിസോഡ് വരുന്നതെങ്കിൽ നമ്മളിവിടെ കാണിക്കാട്ടോ. നമ്മൾ ചെയ്യുമ്പോൾ വന്നിട്ടില്ല. 5 മണിൻ്റെ മുമ്പാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത കിഴിയിലേക്ക് പോവാം. ശരിക്കും ലിസ്റ്റിൻ സ്റ്റീഫനെ 6 മണി 5 മണിയല്ലേ പറഞ്ഞേ? 5 മണി എന്നുള്ള മാറ്റിയിട്ടേ ഒരു 4:14 കൂടെ നല്ലൊരു കാര്യമാണ്. 4 മണിക്കോ 4 മണി കഴിഞ്ഞ് 14 മിനിറ്റിലോ ഇറക്കായിരുന്നു. 5:14 കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അടുത്ത കിഴി ഗെയിം ചേഞ്ചർ സിനിമയുടെ ട്രailer വന്നിട്ടുണ്ടായിരുന്നു. ഇത് ആൾ പ്ലാറ്റ്ഫോമിൽ, അതായത് എല്ലാം കൂടി കൂട്ടിയിട്ട് മൊത്തം എല്ലാം കൂട്ടിയിട്ടുണ്ട്. 180 മില്യൺ വ്യൂസാണ് ടോട്ടലായിട്ട് കിട്ടിയിരിക്കുന്നത്. റെക്കോർഡൊക്കെ നമുക്ക് പിന്നീടാം. സിനിമ നല്ല തരവും അല്ലേ? നല്ല സിനിമയായാൽ മതി. സിനിമ റിലീസിനെത്തുന്നത് 10-ാം തീയതി. ഓക്കെ, ഒട്ടില്ല നീ അത് അതിൽ കുടുങ്ങി കിടക്കും. ഓക്കെ, തുടരും. സിനിമയുടെ ട്രെയിലർ ഇല്ല. ശരി, സിനിമയ്ക്ക് ട്രെയിലർ ഇല്ല, ടീസർ മാത്രമാണ് ഉള്ളതെന്നാണ് കേൾക്കുന്നത്. ഓക്കെ, ടീസർ എന്തായാലും അടുത്ത് തന്നെ പുറത്തു വരാനുള്ള. അതെ, ടീസർ മാത്രം നിന്ന് ട്രെയിലർ ഇല്ലാതെ സിനിമ വന്നു കഴിഞ്ഞാൽ ഹിറ്റാണ്. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ആവേശം, മാർക്കോ, അത് ശരിയാണല്ലോ അല്ലേ? പിന്നെ മാത്രമല്ല, തുടരും സിനിമയുടെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെച്ചിട്ട് ട്രെയിലർ ഇല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് അങ്ങനെയാണ് വേണ്ടത്. അത് അങ്ങനത്തെ സിനിമയാണ്. അതായത് ചില കാര്യങ്ങളൊന്നും അങ്ങനെ പുറത്തു വിടാൻ പാടില്ല. ഓക്കെ, അടുത്ത കിഴി ഡൊമിനിക്. എന്താണ് പറഞ്ഞോ? അല്ല, ഒരു കാര്യം, മഴ. ഓക്കെ, ഡൊമിനിക് സിനിമയുടെ ഡ്യൂറേഷൻ, അതായത് 1.5 മണിക്കൂറുള്ള സിനിമ എന്നുള്ള രീതിയിൽ ചിലയിടങ്ങളിൽ ചില കുപ്രചരണങ്ങൾ കണ്ടു. അത് തെറ്റാട്ടോ. അതായത് ഇതിൻ്റെ ഒഫീഷ്യൽ ട്രailer വരാൻ പോകുന്നുണ്ട്, ഉടനടി വരും. അപ്പോൾ ഇതിൻ്റെ ഡ്യൂറേഷനാണ് 1.5. ട്രെയിലറിന്റെ സെൻസറിങ് കഴിഞ്ഞ് അതിന്റെ ഡ്യൂറേഷനാണ് വന്നിട്ടുള്ളത്. 1.5 മണിക്കൂർ അല്ല കേട്ടോ സിനിമ. 1.5 മണിക്കൂർ നല്ല കേട്ടോ. അതും മറ്റേ ഗൗതം മേനോന്റെ സിനിമയും 1.5 മണിക്കൂറേ കണ്ടത് തന്നെ. നടക്കുന്ന കാര്യം അതൊക്കെ. അടുത്തത് മാർക്കോ ആൻഡ് മാർക്കോ 2. പൊളി. മാർക്കോ സിനിമ ഇന്നലെ മാത്രം 3000 ഷോസ് ആണ് നടന്നത് ഇന്ത്യയിൽ. 1327 സ്ക്രീനിൽ 3000 ഷോസ്. അതെ, അത് റെക്കോർഡാണത്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു സിനിമ ഇല്ല. ഇത് വളരണം, അതിന്റെ അപ്പുറത്തേക്ക് വലുതാവണം. അതും ഒരു മലയാള സിനിമ. അതാണ് അത് മറ്റുള്ളവർക്കുള്ള സാധനമാണ്. ശരി, മറ്റേ 3000 പറ്റുമോ ഷോ? മറ്റു ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് കൊടുത്ത സാധനമാണ്. ഇനി ഞാനത് കുറച്ച് നിനക്കേട് തരേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നു. ഈ പോക്ക് പോവുകയാണെങ്കിൽ മാർക്കോ 2-നെ കുറിച്ച് പറയൂ. മാർക്കോ 2-ല് വില്ലനായിട്ട് വിക്രം വരും എന്നുള്ളത് സോഷ്യൽ മീഡിയ പറയുന്നു. ഇവരറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള അറിഞ്ഞൂടാ. വരുമോ ഇല്ലയോ എന്ന് വിക്രം പോലും ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും. വിക്രം വന്നാലുണ്ടാവും. വിക്രം വന്നാല് വില്ലനായിട്ടോ അല്ലേ? അത്
അല്ല രണ്ട് വില്ലന്മാരെ കഥയാണല്ലോ. അത് ശരിയാണ്. നായകനായിട്ട് മാർക്ക് വരുന്നത് വില്ലനായിട്ടില്ലല്ലേ? പക്ഷേ നായകനാണോ അല്ല, കൊണ്ടുവച്ചിരിക്കുന്ന ഒരു സിനിമേന്റെ ബാക്കിയായിട്ടാ വരുന്നെങ്കിൽ ആ കുട്ടീനെ സേവ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാകുമ്പോ അത് നായകനായിട്ട് തന്നെ മാറും. ആര്? ഉണ്ണിമുന്തനോ? ആ, പിന്നെ പണ്ട് വില്ലനിസം കാണിച്ചു എന്നുള്ള സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ ഒപ്പം അങ്ങനെ പോകുമ്പോഴേ. പിന്നെ അത് മാത്രല്ല, വിക്രമൊക്കെ വന്നു കഴിഞ്ഞാൽ വിക്രം അങ്ങനത്തെ ഒരു ക്യാരക്ടർ വിക്രം ചെയ്താ പൊളിയായിരിക്കും കേട്ടോ. സാധനം പൊളിയായിരിക്കും. പക്ഷെ വരുന്നത് വലിയ സിനിമയായിട്ടല്ലേ. ഇപ്പൊ മാർക്ക് ഒന്നിനേക്കാളും അപ്പുറത്ത് വലുതാക്കാൻ പോകുന്നല്ലേ. സംഭവിച്ചേക്കാം കേട്ടോ, പറയാൻ പറ്റില്ല, അറിയില്ല എന്തായിരിക്കും. ഇനി ഇതിങ്ങനെ പറഞ്ഞു നമുക്ക് അങ്ങ് സംഭവിപ്പിക്കാം. ഇവർക്ക് തോന്നിയാലോ വിക്രമിനെ ഒന്ന് കണ്ടാലോ. ഒന്നും കൊണ്ട് തികയുന്നില്ലല്ലോടാ. എനിക്ക് ഒരു കാര്യം കൊണ്ട് തികയുന്നില്ല. എന്തായാലും വിക്രമിനെ കുറിച്ച് പറഞ്ഞല്ലേ, ധ്രുവ നക്ഷത്രം സിനിമ അല്ലേ, 14 വർഷം കഴിയുമ്പോൾ വരും. ഇതുപോലെ അതായത് മുന്നേ കിട്ടി. ഇതാണ് ഞങ്ങളുടെ കെമിസ്ട്രി, മനസ്സിലായില്ലേ? പറയാൻ പോകുന്നതിന് മുൻപ് ആശാനെ കത്തി. അല്ല, അത് രണ്ടാമത് എടുത്തോണ്ട് വരണമെങ്കിൽ തന്നെ നമുക്കറിയാം എന്തുകൊണ്ടായിരിക്കും. അതായത് ഇപ്പൊ നമ്മള് പറഞ്ഞ എന്താണ് എന്തോ ഗജരാജ മകരാജ ഗജഗജ, ആ ഗജഗജ എന്തായാലും 12 വർഷങ്ങൾക്ക് ശേഷമല്ലേ വന്നത്. അതുപോലെ ഇനി എന്തെങ്കിലുമൊക്കെ വന്നേക്കാം. അടുത്തത് ആ സിനിമയുടെ ഡ്യൂറേഷൻ നമുക്ക് അറിഞ്ഞൂടാ കേട്ടോ. മേ ബി ഇനി ഗൗതം മേനോന്റെ സിനിമ 2 മണിക്കൂർ താഴെ ഏതെങ്കിലും ഉണ്ടെങ്കിലോ, അതാണെങ്കിലോ അത് ഓക്കെ. അടുത്ത കിട്ടിയിരിക്കുന്നത് MMN സിനിമയുടെ അസർബൈജാൻ ഷെഡ്യൂൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി 3rd ഷെഡ്യൂള് ശ്രീലങ്കയിലാണ്. അവിടെ ലാലേട്ടുണ്ടോയെന്ന് അറിഞ്ഞൂടാ, മമ്മൂക്ക ഉണ്ട്. പിന്നെ മമ്മൂക്ക നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ലാലേട്ടൻ ജോയിൻ ചെയ്തിട്ടില്ലല്ലോ, ആ ഒരൊറ്റ അടുത്തത് ജിതിൻലാൽ നെക്സ്റ്റ് മൂവി. പൃഥ്വിരാജ് സുകുമാരനായിരിക്കും സിനിമയിലെ നായകൻ എന്നാണ് കേൾക്കുന്നത്. ജിതിൻലാലിനോട് ഏതോ ഒരു ഫാൻ ചോദിച്ച സമയത്ത് ആൾ കൊടുത്ത റിപ്ലൈ ഉണ്ട് കേട്ടോ. അത് സ്റ്റോറി ആയിട്ട് ആൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് അനൗൺസ്മെന്റ് ഉടനെ തന്നെ ഉണ്ടാവും. അത് ഒഫീഷ്യൽ തരട്ടെ അങ്ങോട്ട്. അപ്പൊ ലാലേട്ടന്റെ ഒരു ഫാൻ ബോയ് സംഭവം ഉണ്ടായിരുന്നല്ലോ, അത് പിന്നീടല്ലേ? ഇത് പൃഥ്വിരാജിന്റെ ഫാൻ ബോയ് സംഭവം അതിനുശേഷം ലാലേട്ടന്റെ. ആദ്യം ഇങ്ങനെ വലിയത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കയറിയായിരുന്നു. ആദ്യം ടോവിനോയ്ക്ക് കൊടുത്തു, രണ്ടാമത് പൃഥ്വിരാജ്. അതായത് എംപുരാന്റെ കാസ്റ്റിംഗ് കൂടി നോക്കണം. കൃത്യമായിട്ട് കറക്റ്റ്. ആദ്യം ശരിക്കും ടോവിനോ, അതായത് ടോവിനോയുടെ ഈ ഒരു വളർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത് ശരിക്കും പൃഥ്വിരാജാണ്. അതുപോലെ ഈ പൃഥ്വിരാജ് അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെയാണല്ലോ. അത് ആളുടെ സ്റ്റാർഡും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ടോവിനോയുടെ മുകളിൽ തന്നെ. അപ്പോൾ പൃഥ്വിരാജിലേക്ക് എത്തുന്നു ശരിക്ക് ലാലേട്ടൻ്റെ ഒരു അനിയനെ പോലെ. അതുപോലെ പൃഥ്വിരാജിൻ്റെ ഒരു അനിയനെ പോലെയാണ് ടോവിനോ. അപ്പോൾ അനിയന്മാരിൽ നിന്ന് അങ്ങനെ കയറി ചേട്ടനിലേക്ക് എത്തുമ്പോൾ തന്നെ ഈ ഡയറക്ടറുടെ പീക്ക് സാധനമൊക്കെ ആയിരിക്കണം. അതെ, അല്ലെങ്കിൽ ഈ ചേട്ടൻസ് ഇപ്പൊ വേറെ ലെവലാണ്. ചേട്ടൻസ് ചെയ്യുന്ന സിനിമകളൊക്കെ വേറെ ലെവലാണ്, കണ്ടിട്ടില്ലേ? അതായത് തമിഴായാലും തെലുങ്ക് ഓഡിയൻസ് ആയാലും ഹിന്ദി ഓഡിയൻസ് ആയാലും എന്തെങ്കിലും നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ ചേട്ടൻസ് അടുത്ത വേറെ ലെവൽ സംഭവം. ചേട്ടൻസിന്റെ അടുത്ത പരിപാടി അത്രേ ഉള്ളൂ. എന്താണെങ്കിലും കിഴി എപ്പിസോഡുകൾ തീർന്നിരിക്കുകയാണ്. മറ്റു വിശേഷങ്ങളുമായിട്ട് മറ്റന്നാൾ കാണാം, നാളെ കാണാം. ശരി, ബൈ. നാളെന്താ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? നാളെ നിനക്കല്ലേ കല്യാണം ഉണ്ട്, നീയല്ലേ തുടക്കത്തിൽ. പക്ഷെ നാളെ നമ്മൾ കാണുമല്ലോ. നാളെ കാണൂലെന്നല്ലോ, കാണാനില്ലല്ലോ. കാണും, പെണങ്ങല്ലേ, കാണും. അതല്ല, നാളത്തെ ഡേറ്റ് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഏതാ ഡേറ്റ്? എന്തെങ്കിലും പരിപാടി ഉണ്ടോ? 14-ാം തീയതി സുഖം കിട്ടുന്നതാണ്. അല്ല, ഇന്ന് എനിക്ക് നല്ല സുഖമുള്ള ദിവസം. ഇന്നേതാ 4-ാം തീയതി? എനിക്ക് നാളെ സുഖമില്ല. ബൈ.